നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ മനസ്സിൻ്റെ മറ്റൊരു പുറത്തിലേക്ക് 52ാമത്തെ പുറത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മുടെ ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ പനക്കൽ. അദ്ദേഹത്തിന് സ്നേഹസ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം പ്രദീപ്. വീണ്ടും നമ്മളൊരു പുതിയ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുന്നു. മനസ്സിൻ്റെ പുതിയ ചിന്തകൾ പങ്കുവെക്കാൻ. എന്താണ് ഇന്നത്തെ ചിന്ത? പ്രദീപ്, നമ്മുടെയൊക്കെ ശരീരത്തിന് മുറിവേറ്റാൽ ആ മുറിവ് ഉണക്കുന്നതിന് വേണ്ടി മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും, ബാഹ്യമായും ആന്തരികമായും. എന്നാൽ മനസ്സിന് മുറിവേറ്റാൽ എന്തു ചെയ്യും? മനസ്സിലേൽക്കുന്ന മുറിവുകൾ, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. മനസ്സിൻ്റെ മുറിവുകൾ. സ്വാമി സത്പ്രകാശാനന്ദ, സ്വാമി സുഖബോധാനന്ദ, ശ്രീ ശ്രീ രവിശങ്കർ, ഈ 3 സ്വാമിമാർ അവരുടെ ചിന്താധാരകളിൽ മനുഷ്യ മനസ്സിന് മുറിവേറ്റാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപോലെ മനുഷ്യൻ മനസ്സിനെ മൗനത്തിൻ്റെ മാറിൽ സമർപ്പിച്ചാൽ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണങ്ങും. ആവർത്തിക്കുന്നു, മനുഷ്യൻ അവൻ്റെ മനസ്സിനെ മൗനത്തിൻ്റെ മാറിൽ സമർപ്പിച്ചാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണങ്ങും എന്ന് ഒരു വലിയ തത്വചിന്തയാണിത്. മൗനത്തിൻ്റെ മാറിലേക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ സമർപ്പിക്കാൻ കഴിയും? വായ അടയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ അടയ്ക്കും, നാം അനക്കരുതെന്ന് പറഞ്ഞാൽ നാം അനക്കുകയില്ല. കാരണം അങ്ങനെയാ അത്. എന്നാൽ മനസ്സിനെ അടക്കാൻ പറഞ്ഞാൽ അടക്കാൻ പറ്റുമോ? മനസ്സിനെ മൗനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരീരം മൗനത്തിലായിരുന്നാലും ശരി, നിശ്ചലാവസ്ഥയിലായിരുന്നാലും ശരി, മനസ്സ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എനിക്ക് ഒരനുഭവകഥയുണ്ട്. മകളെ നഴ്സിങ്ങിന് പഠിപ്പിക്കാൻ കാശില്ലാതെ വന്നപ്പോൾ അച്ഛൻ മുറയ്ക്ക് രക്തം ദാനം ചെയ്ത് ആ കാശ് കൊണ്ട് ഫീസ് കൊടുത്തു. വർഷങ്ങളോളം അദ്ദേഹം അങ്ങനെയായിരുന്നു, 1-2 വർഷം. പക്ഷെ അവൾ നഴ്സിങ്ങിൻ്റെ ഫൈനൽ ലെഗിൽ എത്തിയപ്പോഴും അവൾക്കിഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയൊക്കെ പോയി. ഈ രക്തം എവിടെ? രക്തത്തിൻ്റെ വില എവിടെ? ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഴത്തിലൊരു മുറിവേറ്റു. വലിയ പ്രതീക്ഷകളോടെയാണ് അദ്ദേഹം മകളെ പഠിപ്പിച്ചത്. നമ്മുടെ ഇടയിലുള്ള പല കുടുംബങ്ങളിലും ഇങ്ങനെ ഹൃദയത്തിന് മുറിവേൽക്കുന്ന ധാരാളം പേരുണ്ട് പ്രദീപേ. അവരാരും മൗനത്തിൻ്റെ മാറിലേക്ക് പോകാറില്ല. വേദന കടിച്ചു തിന്ന് ജീവിക്കുന്നവരാ. കിഡ്നി വിറ്റിട്ട് മദ്യപാനം തുടർന്ന ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. അവനെ മദ്യപാനം നിർത്താൻ ഒക്കത്തില്ല. മദ്യം വാങ്ങിക്കാൻ കാശുമില്ല കയ്യിൽ. അപ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്തു? ഒരു നിവൃത്തിയില്ല, ഒരു കിഡ്നി അങ്ങ് വിറ്റു. ആ കിഡ്നി വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് അവൻ കുടി വീണ്ടും തുടർന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുടിക്കാൻ ഒക്കാത്ത അവസ്ഥ വന്നു. ഒക്കാത്ത അവസ്ഥ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ കിഡ്നിയെ പറ്റി അവൻ സാരമായി ദുഃഖിക്കാൻ തുടങ്ങി. ആ ഹൃദയത്തിൻ്റെ മുറിവ് ആർക്ക് ഉണക്കാൻ കഴിയും പ്രദീപേ? എനിക്ക് വസ്ത്രം അലക്കുന്ന ഒരു അലക്കുകാരനെ അറിയാം. അയാൾ അന്നേ ചെറുപ്പത്തിലെ പഠിത്തമൊക്കെ നിർത്തി അയാളുടെ അച്ഛൻ്റെ കൂടെ അലക്കുപണി തുടങ്ങിയതാണ്. കാരണം വീട് പുലർത്തണം, അതിനു വേണ്ടി. പഠിക്കാൻ സമർത്ഥനായിരുന്നു. അച്ഛൻ മരിച്ചു, രോഗം വന്ന് അവൻ്റെ അമ്മ കിടപ്പിലായി. അമ്മയും മരിച്ചു, ക്യാൻസർ വന്ന്. ഇയാൾ വിവാഹം കഴിച്ചു,
വിവാഹം കഴിച്ച ഭാര്യയിൽ 1-2 കുഞ്ഞുങ്ങളുണ്ടായി. അതിൽ മൂത്ത കുട്ടിക്ക് ഹൃദ്രോഗമായി. അത് കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയ്ക്കും ക്യാൻസർ, അവരും ക്യാൻസർ വന്ന് മരിച്ചു. ഇങ്ങനെ തുടരെ ആ കുടുംബത്തിൽ വേദനയുടെ തളം അങ്ങനെ കെട്ടി നിൽക്കുകയാണ് പ്രദീപ്. ആ മനുഷ്യൻ ഇന്നൊരു യാചകനാണ്, ആരുടെ മുമ്പിലും കൈനീട്ടുന്ന ഒരു യാചകൻ. അയാളുടെ മനസ്സിൻ്റെ മുറിവ് ആർക്ക് ഉണക്കാൻ കഴിയും? മൗനത്തിലേക്ക് പോകണമെന്നൊക്കെ പറയാൻ വളരെ ഈസിയാണ്. മൗനികളായവരല്ല, മൗനം ജീവിതത്തിലെ പ്രമുഖ എക്സർസൈസായിട്ട്, കലയായിട്ട് ഏറ്റെടുത്തവരാണ് പറയുന്നത്. ഒരു സാധാരണക്കാരനെ കൊണ്ട് മുറിവേറ്റ ഒരു ഹൃദയവുമായി മൗനത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ അസാധ്യമാണത്. പ്രദീപിൻ്റെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ നമ്മൾ ഹൃദയത്തിന് മുറിവേറ്റാൽ നമ്മൾ മനസ്സ് ചിലരുടെയൊക്കെ അടുത്ത് തുറക്കുമ്പോൾ ഒരാശ്വാസം കിട്ടും. വൻ ചൂടുള്ള സമയത്ത് ഒരു വിശറി എടുത്ത് വീശുമ്പോൾ ഫാനുമൊന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ചില കാറ്റ് വരുമ്പോൾ ഒരാശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആ ഹൃദയത്തിന് ഒരാശ്വാസം കിട്ടും. അതിനേക്കാളുപരി ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കുന്നതിന് കരണീയമായിട്ടുള്ള ഒരു നടപടിയുണ്ട്. മനസ്സിലേക്ക് മറ്റുള്ളവരെ ഇറക്കാതെ സ്വയം ഇറങ്ങിച്ചെല്ലുക. നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ളവരെ ഇറക്കാതെ സ്വയം ഇറങ്ങിച്ചെല്ലുക, അതാണ് മൗനം എന്ന് പറയുന്നത്. മൗനമെന്ന് ഈ സ്വാമി വ്യാനി വ്യാഖ്യാനിച്ചത് അതാണ്. നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മൾ തന്നെ ഇറങ്ങിച്ചെല്ലുക. ഈ കിണറൊക്കെ 2-3 വർഷം കൂടിയിരിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടിൻ്റെ സമീപത്ത് കൊത്തിയിരിക്കുന്ന കിണറുകളൊക്കെ നമ്മൾ ഇറക്കാറില്ലേ? എന്തിനാ? അതിൽ മാലിന്യങ്ങൾ വന്ന് നിറയുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അതിലെ പഴയ വെള്ളമൊക്കെ കോരിക്കളഞ്ഞിട്ട് അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉറവയിലൂടെ പുതിയ വെള്ളം വരുമ്പോൾ കരിയും ഉപ്പും ഒക്കെ ഇട്ടുകൊടുത്ത് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു നടപടിയുണ്ട്. കിണർ ഇറക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സ് ഇറക്കാൻ പഠിക്കണം. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉൾത്തട്ടിലേക്ക് അവൻ തന്നെ ഇറങ്ങി ചെല്ലണം. ചെന്ന് കഴിയുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം കിട്ടും, ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണങ്ങും. ഒരു സംശയവുമില്ല. അത് പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു വരദാനമാണ്. ഓവർ ടു യു പ്രദീപ്. മനോഹരമായൊരു വിഷയമാണ് സാർ സംസാരിച്ചത്. ഹൃദയത്തിൻ്റെ മുറിവുകളെ എങ്ങനെ ഉണക്കാം, അത് സ്വയം തന്നെ നടത്തേണ്ട വലിയൊരു പ്രക്രിയയാണെന്നാണ് ഇന്ന് സൂചിപ്പിച്ചത്. അടുത്തയാഴ്ച മറ്റൊരു ചിന്തയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.